بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الإخوان وأخوات أوصيكم وإياي أولا بنفسي بتقوى الله ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഓർമ്മപ്പെടുത്താൻ വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 69-ാമത്തെ അധ്യായം സൂറത്തുൽ ഹാഖയുടെ 29 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് 30-ാമത്തെ വചന ആയത്ത് നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് ഓതി തുടങ്ങാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم خذوه فغلوه ثم الجحيم صلوه ثم في سلسلة ذرعها 70 ذراعا فاسلكوه إنه كان لا يؤمن بالله العظيم ولا يحض على طعام المسكين ഒന്നുകൂടി خذوه فغلوه ثم الجحيم صلوه ثم في سلسلة ذرعها 70 ذراعا فاسلكوه إنه كان لا يؤمن بالله العظيم ولا يحض على طعام المسكين. ഓടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാവിൻ്റെ അറ്റത്ത് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഹ തൊണ്ടയുടെ മിഡിലാണ് വരുന്നത്. ശബ്ദമാണ് വരേണ്ടത്. സുമ്മൽ ജഹീമ, സുമ്മ ശബ്ദല മീമ് മണിച്ചോദ, സ്വല്ലൂഹ് ജഹീമ സ്വല്ലൂഹ് ثم في سلسلة ذرعها സിൽസിലത്ത്, അവിടെ സിൽസിലത്തിൻ എന്നുള്ള ആ തൻവീനെ ഇഖ്ഫ ആയിട്ടാണ് അഥവാ അവ്യക്തമായിട്ടാണ് മണിക്കേണ്ടത്. ثم في سلسلة ذرعها سبعون ذراعا فاسلكوه. തൻവീന് ശേഷം ഫാ വരുമ്പോൾ ഇഖ്ഫ തന്നെയാണ് അവ്യക്തമായിട്ട് മണിക്കാണ് ചെയ്യുന്നത്. റാഅൻ ഫസ്ലുകൂഹ്. ഇന്നഹു കാന, ഇന്നഹു ശബ്ദലൊന്ന് മണിച്ചോദ, കാന ലാ യുഅ്മിനു, യു ആ ഇ ഉ ശബ്ദം തന്നെയാണ്. യുഅ്മിനു, ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം, അളീം. വലാ യഹുദ്ദു, ദ്വാദാണ് പറയേണ്ടത്, ലാ എന്ന് ഉച്ചരിക്കുന്നത്. വലദ്ദാലിൻ അങ്ങനെ വരാം. വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. ഇപ്പോ നിങ്ങൾ ഇതൊക്കെ ചെറുതായി കാണാതെ പഠിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇൻഷാ അല്ലാഹ് വളരെ കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ എടുക്കാറുള്ളൂ, 3-4 ആയത്തൊക്കെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അത് ഇങ്ങനെ ഓതി എന്തായാലും ഹിഫ്ള് ചെയ്യണം. കൂടെ തന്നെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓതി കൊടുക്കുകയും കേൾപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന രൂപം ഉണ്ടാവണം ഇൻഷാ അല്ലാഹ്.
ഇവിടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ സൂചിപ്പിച്ചത് ഓർമ്മയുണ്ട്. നമ്മൾ രണ്ട് വിഭാഗം ആളുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകളും കർമ്മരേഖ അതേപോലെ തന്നെ ഇടത് കൈയിൽ കിട്ടുന്ന ആളുകളും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇടത് കൈയിൽ ഗ്രന്ഥം കിട്ടുന്ന ആളുകളാണ്. അമ്മാമൻ ഊതിയ കിതാബഹു ബിശിമാലിഹി ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയ വലം അദ്രി മാ ഹിസാബിയ യാ ലൈതഹാ കാനത്തിൽ ഖാദിയ മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. അത്രയും ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇടത് കൈയിൽ ഗ്രന്ഥം കിട്ടുന്ന ആളുകൾ അത് കിട്ടാതിരുന്നാൽ എത്ര നന്നായിരുന്നു എന്നവർ ആഗ്രഹിക്കുന്നു. അവർക്ക് ഇങ്ങനെയുള്ളൊരു വിചാരണ അതില്ലാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവർ ആഗ്രഹിക്കുന്നു. അവര് മരണം അത് എല്ലാറ്റിൻ്റെ അവസാനമായിരുന്നു, പിന്നീടൊരു രണ്ടാമതൊരു എഴുന്നേൽപ്പ് ഇല്ലാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ദുനിയാവിൽ ഒരുപാട് സ്വാധീനങ്ങൾ ഉണ്ടായിരുന്നു, സമ്പത്ത് ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള കഴിവുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഉപകാരപ്പെട്ടില്ല എന്ന് അവനും നേർക്ക് ബോധ്യമാകുന്ന, മനസ്സിലാക്കുന്ന, അതെല്ലാം നശിച്ചു എന്ന് അവന് ബോധ്യമാകുന്ന ഒരു സമയമാണ്, ഒരു രംഗമാണത്. അത് അതിഭയാനകമാണ്. ആ വിഷയം വരാനിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ നിസ്സാരമായി ഇങ്ങനെ ഒരു ഓതി അങ്ങനെ കേട്ട് പോവേണ്ട ഒരു വിഷയമല്ല. നമ്മുടെ മനസ്സിനെ ശരിക്കും മനസ്സിൻ്റെ ഉള്ളിൽ അതിൻ്റെതായ ബേജാറും ടെൻഷനും ഉണ്ടാവുകയും അള്ളാഹിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം. നമ്മളെന്നും നമ്മുടെ പ്രാർത്ഥനയിൽ നരകമോചനത്തിന് വേണ്ടിയും സ്വർഗപ്രവേശനത്തിന് വേണ്ടിയും സദാ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോ അവന്റെ അധികാരവും ഒക്കെ നശിച്ചു എന്നുള്ളത് അവന് ബോധ്യമായി. അങ്ങനെയുള്ള ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അഖദ എന്ന് വെച്ചാൽ പിടിച്ചു എന്നാണ്. അഖദ യഖുദു, അതിന്റെ കൽപ്പനക്രിയയാണ് ഹുദ് എന്നുള്ളത്. പിടിക്കുക എന്നുള്ളത്, എടുക്കുക, പിടിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഹുദൂ എന്ന് പറയുമ്പോൾ അത് ബഹുവചനമായിട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ പിടിക്കൂ എന്നാണ് അള്ളാഹു പറയുന്നത്. ഹുദൂ, നിങ്ങൾ പിടിക്കൂ. ഹു, അവനെ നിങ്ങൾ പിടിക്കൂ. ഫഗുല്ലൂ, ഗുല്ലൂ എന്ന് വെച്ചാൽ അത് ഇതേപോലെ തന്നെ അതും കൽപ്പനക്രിയയാണ്, ബഹുവചനമാണ്. അതിന്റെ വർബ് വരെ ഗല്ല എന്നാണ്. ഗല്ല യഗുല്ലു എന്നാണ്. ഗല്ല യഗുല്ലു എന്ന് വെച്ചാൽ ഈ വിലങ്ങ് വെക്കുക, ആമം വെക്കുക എന്നൊക്കെ പറയൂലേ. നമ്മള് പോലീസുകാർ പ്രതികളെ കൊണ്ടുപോകുന്ന കണ്ടില്ല, രണ്ട് കൈകൾ ബന്ധിച്ചുകൊണ്ടുള്ള വിലങ്ങ് വെക്കുന്ന, ആമം വെക്കുന്ന, അതിനാണ് ഗല്ല യഗുല്ലു എന്ന് പറയാം. എന്നാൽ അപ്പോൾ എന്ത് ചെയ്യണം? അവരെ ഹുല്ലു, നിങ്ങൾ ആമം വെക്കൂ. അവനെ പിടിച്ചു ബന്ധിക്കൂ. അപ്പൊ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുദൂ എന്ന് പറയുന്നത് ആരോടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലായികത്തുകളോടാണ് പറയുന്നത്. നരകത്തെ കാക്കുന്ന മലക്കുകളുണ്ട്, അറിയാലോ. അതിന് പ്രത്യേകമായ ഒരു വിഭാഗം അള്ളാഹു സബാനിയ എന്ന പേരുള്ള ഒരു വിഭാഗം ആളുകൾ, സനദുഉ സബാനിയ, സൂറത്തുൽ അലഖിന്റെ അവസാന ഭാഗം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അള്ളാഹു അവന്റെയും ആളുകളെ വിളിക്കും. അതേപോലെ തന്നെ സൂറത്തുൽ നമുക്ക് ഇനി വരാനിരിക്കുന്ന സൂറയിലും മുത്തസിറിലും അതേപോലെയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കാക്കുന്ന മലക്കുകളെ കുറിച്ച് പറയുന്നു. അലൈഹാ 19 മലക്കുകളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു നരകത്തിന്റെ കാവൽക്കാരായിട്ടുള്ള അത്തരം കാര്യങ്ങളെ അള്ളാഹു ഏൽപ്പിക്കപ്പെട്ട മലക്കളുടെ ഒരു ഗ്രൂപ്പാണ്, ഒരു സംഘമാണ് സബാനി എന്ന്. അപ്പൊ അവരോടാണ് അള്ളാഹു പറയുന്നത്, ഹുദൂ, നിങ്ങൾ പിടിക്കൂ അവനെ. ആരാണ്? നേരത്തെ പറഞ്ഞ ഇടത് കൈയിൽ ഗ്രന്ഥം ലഭിച്ച നിർഭാഗ്യവാനായ ആളുകളെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് അവനെയാണ് പിടിക്കാൻ വേണ്ടി പറയുന്നത്, അല്ലെങ്കിൽ അവളെയാണ് പിടിക്കാൻ വേണ്ടി പറയുന്നത്. അതേപോലെ തന്നെ എന്ത് ചെയ്യാം? നിങ്ങൾ എന്ത് ചെയ്യണം? ആമം വെക്കണം അവനെ. എന്നിട്ട് സുമ്മൽ ജഹീം, പിന്നെ എന്താണ്? അൽ ജഹീം, കത്തിജ്വലിക്കുന്ന
നരകം, അഗ്നി, അതാണ് ജഹീം എന്ന. നരകത്തിന് ഒരുപാട് പേരുകളുണ്ട്. ജഹന്നം, ജഹീം, സഖർ, സഈർ, നാർ, അങ്ങനെ പല പേരുകളും ഖുർആൻ തന്നെ ഉപയോഗിച്ചത് കാണാൻ സാധിക്കും. സഖർ, അങ്ങനെ വ്യത്യസ്ത സൂറകൾ, ആയത്തുകളിലൂടെയൊക്കെ നരകത്തിന്റെ പല ഭീകര രൂപത്തെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഇവിടെ അള്ളാഹു പറയുന്നത് ജഹീമാണ്. അപ്പൊ സുമ്മ, പിന്നെ അൽ ജഹീം, ഈ നരകാഗ്നി, ജ്വാലയുള്ള നരകമുണ്ടല്ലോ, ആ ജഹീം, അതിലേക്ക് സ്വല്ലൂ എന്നാണ്. സ്വല്ലൂ, അവനെ പ്രവേശിപ്പിക്കുവിൻ എന്നാണ്. അല്ലെങ്കിൽ സ്വല്ല യുസ്വല്ലി എന്ന് വെച്ചാൽ നിസ്കരിക്കുന്നതിന്, അതേപോലെ തന്നെ കത്തി എരിയുക, കത്തി അമരുക എന്നൊക്കെയുള്ള, അതേപോലെ പ്രവേശിക്കുക, കടന്നെരിയുക എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ അള്ളാഹു സുമ്മൽ ജഹീമ സ്വല്ലൂ എന്ന് പറയും. പിന്നെ അവനെ എന്താക്കണം? ജ്വലിക്കുന്ന നരകാഗ്നിയിലേക്ക്, നരകത്തിലേക്ക് അവൻ എന്ത് ചെയ്യൂ? അവന് പിന്നെ കടന്ന്, അവനാ ശിക്ഷ കൊടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവനെ പ്രവേശിപ്പിക്കാൻ, അതിലേക്ക് കടത്തുവാൻ വേണ്ടി, അതിലേക്ക് എടുത്തെറിയാൻ വേണ്ടി അള്ളാഹു പറയാണ് സുമ്മൽ ജഹീമ സ്വല്ലൂ എന്നുള്ളത്. അപ്പൊ പിടിക്കണം, ബന്ധിക്കണം, എന്നിട്ട് അവനെ ആമം വെക്കണം. ആമം വെച്ചുകൊണ്ട് അവനെ പിടിച്ചുകൊണ്ട് ജഹീമിലേക്ക് അവനെ എറിയാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പൊ അതിന്റെ സ്വഭാവം എന്താണ്? സുമ്മ, പിന്നെ, ഫി സിൽസില. സിൽസിലത്ത് എന്ന് വെച്ചാൽ ചങ്ങലക്കാണ് പറയാ. ചെയിൻ ഉണ്ടല്ലോ, അതിനാണ് സിൽസില എന്ന് പറയുന്നത്. സിൽസിലത്ത്, സിൽസിലത്തിന്റെ ജമ്മാണ് സലാസിൽ എന്ന് പറയുന്നത്. സലാസിൽ, സിൽസിലത്ത്, സലാസിൽ. സുമ്മ, പിന്നെ, ഫി സിൽസില, ചങ്ങലയിൽ, ദർഉഹ, ദർഉ എന്ന് വെച്ചാൽ, ദർഉൻ എന്ന് വെച്ചാൽ അർത്ഥം പിന്നെ നീളം എന്നുള്ളതാണ്. അതിന്റെ തൂല്, അതിന്റെ അളവ്, അതാണ് ദർഉഹ. അതിന്റെ നീളം, അതിന്റെ പിന്നെ തൂല്, അതെത്രയാണ്? സബ്ഊന, 70 ആണുള്ളത്. സബ്ഊൻ, സബഈൻ എത്രയാണ്? 70. സബ്ഊന ദിറാഅൻ. ദിറാഅ് എന്ന് വെച്ചാൽ ഒരു മുഴത്തിനാണ് പറയാ ദിറാഅ്. ഒരു മുഴം, ക്യൂബിറ്റ്സ് എന്ന് പറയും. ദിറാഅ്, ഒരു മുഴം. നമ്മളെ സാധാരണ നമ്മുടെ നാടൻ ഇതിൽ പറയല്ലോ, ഒരു മുഴം എന്ന് പറയുന്നത് നമ്മുടെ എൽബോ മുതൽ ഫിംഗറിന്റെ ഇവിടെയുള്ള ഭാഗമാണ് ഒരു മുഴം എന്ന് പറയാം. അപ്പൊ സബ്ഊന ദിറാഅൻ, 70 മുഴം നീളമുള്ള ചങ്ങലയിൽ അവൻ എന്ത് ചെയ്യുന്നു? അവനെ ബന്ധിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യൂ? ഫസ്ലുക്കൂ, സലക യസ്ലുക്കു എന്ന് വെച്ചാൽ പ്രവേശിച്ചു എന്നാണ്. സലക, സലക, കാഫാണ് സലക. അതിന്റെ കൽപ്പന ഫിഉൽ അംറാണ് ഉസ്ലുക് എന്നുള്ളത്. അതിന്റെ മുദാരി രൂപമാണ് ഉസ്ലുക്കൂ, നിങ്ങൾ പ്രവേശിപ്പിക്കൂ. ആ പദത്തിനാണ് സലീഖ് എന്നുള്ള പദമൊക്കെ വരുന്നത്, പ്രവേശിക്കുന്നവൻ. പേരൊക്കെ ഇടാറുണ്ടല്ലോ, സലീഖ് ഹിസാൻ എന്നുള്ള. സലക യസ്ലുക്കു, ഉസ്ലുക്. ദഖല യദ്ഖുലു എന്നുള്ള അർത്ഥം തന്നെ, പ്രവേശിച്ചു, സലക അർത്ഥം തന്നെ. അപ്പൊ ഇവിടെ സുമ്മ ഫീ സിൽസിലത്തിൻ ദർഉഹ 70 ദിറാഅൻ ഫസ്ലുകു, പിന്നെ 70 മുഴം നീളമുള്ള ചങ്ങലയിൽ അവനെ ഉസ്ലുകു എന്ത് ചെയ്യണം? പ്രവേശിപ്പിക്കുവിൻ. അപ്പൊ 70 മുഴം നീളമുള്ള ചങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? ജഹീമിലേക്ക് അവനെ വലിച്ചെറിയുന്നു. അപ്പൊ അള്ളാഹു സബാനിയത്തിനോട് പറഞ്ഞത് അവനെ പിടിക്കാനും, അവനെ ആമം വെക്കാനും, എന്നിട്ട് അവനെ നരകത്തിലേക്ക് 70 മുഴം നീളമുള്ള ചങ്ങലയിൽ അതിനെ ബന്ധിപ്പിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയാനും. അള്ളാഹു ഈ 70 എന്നുള്ള പ്രയോഗം ഹദീസിൽ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. 70 എന്നുള്ളപ്പോ ഈ നോമ്പിന്റെ വിശദീകരണത്തെ കുറിച്ച് പറയുമ്പോൾ, അതിന്റെ മഹത്വത്തെ കുറിച്ച് പറയുമ്പോൾ, 70 വർഷത്തെ വഴിദൂരം സഞ്ചരിക്കുന്ന അത്രയും നരകത്ത് നിന്ന് അകറ്റപ്പെടുന്ന ഒരു നോമ്പുണ്ട്. ഒരിക്കല് വലിയൊരു ശബ്ദം കേട്ടൊരു സഹാബത്തിനോട് റസൂൽ ചോദിക്കുന്നുണ്ട്, എന്താണ്? അപ്പൊ നരകത്തിൽ 70 വർഷം മുമ്പ് നരകത്തിലേക്ക് വീണ കല്ല് അതിന്റെ അടിത്തട്ടിയിലെത്തിയതിന്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടത് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഷഹീദിന് 70 പേർക്ക് വേണ്ടിയുള്ള പിന്നെ ഷഫാഅത്ത് ചെയ്യാൻ, റെക്കമെൻഡ് ചെയ്യാനുള്ള വകുപ്പ്
ഷഹീദിന് നൽകുമെന്ന് ഹദീസിലുണ്ട്. അങ്ങനെയുള്ള ഒരു കുറേ സംഭവം അതിൽ കാണാം. അള്ളാഹുല നമ്മൾ അള്ളാഹു നിശ്ചയിച്ച അങ്ങനെ 70, അതേപോലെ 70,000 എന്നുള്ളതൊക്കെ 70,000 എന്നുള്ളതൊക്കെ ഒരുപാട് പ്രയോഗങ്ങളൊക്കെ കാണാൻ സാധിക്കും. സാന്ദർഭികം ഒന്ന് സൂചിപ്പിച്ചതാണ്. ഇപ്പൊ ഇവിടെ സുമഫി സിൽസിലത്തിൻ സിൽസിലത്തിൻ അതിന്റെ ചങ്ങൽ, അതിന്റെ ചെയിൻ എന്ന് പറയുന്നത് സൂറത്തുൽ ഇൻസാനിൽ പറയുന്നുണ്ടല്ലോ. അതിന്റെ തുടക്കം തന്നെ കാണാൻ സാധിക്കും. ഇന്നാ അഅ്തദ്ന ലിൽ കാഫിരീന സലാസില വഅഗ്ലാല വസഈറ എന്ന് പറയുന്നു. ഇന്നാ അഅ്തദ്ന ലിൽ കാഫിരീന, കാഫിരീങ്ങൾക്ക് നാം ഇതാ ഒരുക്കി വെച്ചിരിക്കുന്നു, തയ്യാറാക്കി വെച്ചിരിക്കുന്നു. സലാസില എന്നാണ് നമ്മളിപ്പോൾ പഠിച്ച സിൽസിലത്തിന്റെ ബഹുവചനം. സലാസിൽ, ചങ്ങലകൾ. ഇന്നാ അഅ്തദ്ന ലിൽ കാഫിരീന സലാസില വഅഗ്ലാലൻ, അഗ്ലാൽ നമ്മളിപ്പോൾ പഠിച്ച ഗുല്ലു, ഗല്ല യഗുല്ലൂലെ, അതിൽ നിന്നുള്ള പദമാണ് അഗ്ലാൽ എന്ന് പറയുന്നത്. എന്താണ്? വിലങ്ങുകൾ, ആമങ്ങൾ എന്നുള്ളത്. അപ്പോൾ വിലങ്ങുകളും അതേപോലെ ചങ്ങലകളും, അതേപോലെ കത്തിജ്വലിക്കുന്ന നരകവും നരകാഗ്നിയും അവർക്ക് നാം കാഫിരീങ്ങൾക്ക് നാം ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ള അവസ്ഥ പറയുന്നുണ്ട്. നരകത്തിന്റെ ഭീകരമായ അതിന്റെ അവസ്ഥയാണ്. ഹദീസുകളിലൊക്കെ ധാരാളം വിഷയങ്ങളൊക്കെ കാണാൻ സാധിക്കും. നരകത്തെ അതേപോലെ തന്നെ വലിച്ചു കൊണ്ടുപോകുന്ന 70,000 മലക്കുകളെ കുറിച്ച്, അതേപോലെ തന്നെ ഓരോ പിന്നെ ഈ ചങ്ങലകളിലും 70,000 കുളത്തുകളെ കുറിച്ച്, അങ്ങനെയൊക്കെയുള്ള ഹദീസുകള് ഭീകരമായ അവസ്ഥ. നരകം സംസാരിക്കുന്നത്, നരകം വലിച്ചു കൊണ്ടുവരുന്നത്, നരകത്തിന്റെ നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് ബേജാറ് തോന്നുന്ന ഒരുപാട് വിഷയങ്ങൾ ഖുർആനിലും ഹദീസിലും ധാരാളമായി വന്നിട്ടുണ്ട്. അതൊക്കെ ശരിക്കും നമ്മൾ മനസ്സിലാക്കി ഉൾക്കൊള്ളുകയും നരകത്തുനിന്ന് അള്ളാഹുവിനോട് എപ്പോഴും മോചനം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. അള്ളാഹു നമ്മെ എല്ലാവരെയും നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇനി എന്താണ് ഇന്നഹു? തീർച്ചയായും അവൻ, അല്ലെങ്കിൽ കാരണം അത്, ഇന്നഹു നിശ്ചയമായും അത്, അവൻ അല്ലെങ്കിൽ കാരണം അത് എന്നൊക്കെ പറയാം. ഇന്നഹു കാന ലാ യുഅ്മിനു, കാന ആയിരുന്നു, ലാ യുഅ്മിനു, ലാ യുഅ്മിനു എന്താണ്? അവൻ വിശ്വസിച്ചിരുന്നില്ല. ആമന യുഅ്മിനു അറിയാലോ, അതിനാണ് നമ്മൾ മുഅ്മിൻ എന്നുള്ള പദം ഉണ്ടാകുന്നത്. ആമന യുഅ്മിനു, ലാ യുഅ്മിനു വിശ്വസിച്ചിരുന്നില്ല. ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട്. എങ്ങനെയുള്ള അള്ളാഹു? അൽ അലീം, മഹത്വമേറിയ മഹാനായ അള്ളാഹുവിനെ കൊണ്ട് അവൻ എന്തായിട്ടുണ്ടായിരുന്നില്ല? അവൻ വിശ്വസിച്ചിരുന്നില്ല. അള്ളാഹുവിലെ റബ്ബ് സുബ്ഹാനഹു വ തആല, മഹാനായ അള്ളാഹുവിൽ അവൻ എന്തായിട്ടില്ല? ലാ യുഅ്മിനു, അവൻ വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ് അതില് നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒന്നാമത്തെ കാരണമായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. രണ്ടാമത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അതോടൊപ്പം തന്നെ ലാ യഹുദ്ദു. ഹദ്ദ യഹുദ്ദു എന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പറയാ. ഹദ്ദ യഹുദ്ദു, പ്രോത്സാഹിപ്പിക്കുക. ലാ യഹുദ്ദു എന്ന് പറയുമ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നർത്ഥം. ലാ യഹുദ്ദു പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ലാ യഹുദ്ദു പ്രോത്സാഹിപ്പിക്കുന്നില്ല അലാ തുആം, ഭക്ഷണത്തിന്റെ മേൽ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ. അൽ മിസ്കീൻ, പാവപ്പെട്ടവരുടെ. മിസ്കീൻ, മസാക്കീൻ. അപ്പൊ പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവൻ എന്ത് ചെയ്യുന്നില്ല? അവൻ പ്രോത്സാഹനം കാണിക്കുന്നില്ല. അതിനെ അവൻ മൈൻഡ് ചെയ്യണം, അതിനെ ശ്രദ്ധിക്കുന്നില്ല എന്ന്. അവ രണ്ട് കാരണങ്ങളാണ് നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണമായി കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഇതിലൂടെ പറയുന്നത്. ഒന്ന്, അള്ളാഹുവിൽ, മഹത്വമേറിയ മഹാനായ അള്ളാഹുവിൽ അവൻ വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രിയപ്പെട്ടവരെ, അടിസ്ഥാനമാണ് വിശ്വാസം എന്നുള്ളത്. തൗഹീദാണ് അതിൽ ഏറ്റവും പ്രധാനം. പക്ഷെ നമ്മള് ഇസ്ലാം കാര്യങ്ങൾ 5 പില്ലേഴ്സിലാവട്ടെ, അതേപോലെ വിശ്വസിക്കേണ്ട കാര്യങ്ങളിലാവട്ടെ, അതിലൊക്കെ നമ്മൾ എന്താണ് 5 പില്ലേഴ്സ് പറയുമ്പോൾ ഷഹാദ, സ്വലാ, സക്ക, സ്വൗം, ഹജ്ജ് എന്ന് പറയും. നമ്മൾ ഈമാൻ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴും ഫസ്റ്റ് എന്താണ് പറയാ? അർക്കാനുൽ ഇസ്ലാമും അർക്കാനുൽ ഈമാനും ഉണ്ടല്ലോ. ബിലീവ് ഇൻ അള്ളാഹുൽ വിശ്വസിക്കുകയാണ്. ഒന്നാമത്തെ രണ്ടിലും ശരിക്കും അള്ളാഹുലെ വിശ്വാസമാണ് പറയുക, ഈമാൻ കാര്യത്തിലും ഇസ്ലാം കാര്യത്തിലും.
മനസ്സിലായില്ലേ? അപ്പോൾ ശരിക്കും അള്ളാഹുവിലെ വിശ്വാസം എന്ന് പറയുന്നത് അതില്ലാതെ ഒരാൾ എത്ര നന്മ ചെയ്തിട്ടും അള്ളാഹുവിൻ്റെ അടുത്ത് ഒരു ഫലവും ഉണ്ടാവില്ല. ചില ആളുകൾ എന്തെല്ലാം സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ ശക്തമായി നന്നായി ഇടപെടുന്ന ആളുകളുണ്ട്. റിലീഫ് പ്രവർത്തനങ്ങളിലും സാമൂഹ്യമായ പല കാര്യങ്ങളിലൊക്കെ നന്നായി പണിയെടുക്കുന്ന ഇടപെടുന്ന ആളുകൾ. പക്ഷെ അവരിൽ നിന്ന് അള്ളാഹു പരലോകത്ത് അവർക്ക് ഗുണമുണ്ടാവും. ദുനിയാവിൽ ചിലപ്പോൾ അവർ ചെയ്ത അവരുടെ നല്ല കാര്യങ്ങൾക്കൊക്കെ അള്ളാഹു ദുനിയാവിൽ അവർക്ക് പ്രതിഫലം നൽകിയിരിക്കാം. പക്ഷെ പരലോകത്ത് അവർക്ക് ലഭിക്കൂല. കാരണം അവർ അള്ളാഹുവിൽ വിശ്വസിച്ചില്ല എന്നുള്ളതാണ്. അള്ളാഹുവിലുള്ള വിശ്വാസം തന്നെ ഷിർക്ക് കലർന്ന വിശ്വാസം ഉണ്ടാവാൻ പാടില്ല. ഷിർക്ക് കലർന്ന അള്ളാഹുവിൻ്റെ ദാത്തിലോ അഫ്ആലിലോ സിഫാത്തിലോ ഒന്നിലും നമ്മൾ പങ്കുചേർക്കാൻ പാടില്ല. മുസ്ലിങ്ങളിൽ പെട്ട ആളുകൾ തന്നെ അള്ളാഹുവിന്റെ ദാത്തിൽ പങ്കുചേർക്കാറില്ല, പക്ഷെ അള്ളാഹുവിന്റെ അഫ്ആലിലും പക്ഷെ അള്ളാഹുവിന്റെ സിഫാത്തിൽ പങ്കുചേർക്കുന്ന എത്രയോ ആളുകൾ. അള്ളാഹു കാണുന്നത് പോലെ കാണുക, അള്ളാഹു കേൾക്കുന്ന പോലെ കേൾക്കുക, അള്ളാഹു അറിയുന്ന പോലെ അറിയുക എന്ന് അള്ളാഹുവിന്റെ അമ്പിയാക്കളെ കുറിച്ചും ഔലിയാക്കന്മാരെ കുറിച്ചും ഒക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ വളരെ വലിയ ചർച്ചകൾ നമ്മെ ശരിക്കും അത്ഭുതപ്പെടുത്തും. എന്താണ് മുദബ്ബിറുൽ ആലം ആരാണ്? അതിനെ ഒരു ഷേഖിന്റെ പേര് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അതിന് പറയാൻ പറ്റൂല്ലോ എന്നുള്ള കേരളത്തിലൊക്കെ വലിയ ചർച്ചയാണ് ഇപ്പോൾ. മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്നത് അത് ആരാണ്? അത് അള്ളാഹു ആണോ? അതെ, അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന പോലെ തന്നെ മടവൂർ ഷേഖിനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ വലിയ ചർച്ചകൾ നമ്മൾ കേൾക്കുന്നത് തന്നെ നമുക്ക് അത്ഭുതം തോന്നിപ്പോവാണ്. സുബ്ഹാനല്ലാഹ്, മുസ്ലിം സമുദായത്തിലെ ചില ചർച്ചകളാണ്. അപ്പൊ ശരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ യൂസുഫിലെ 106-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ എന്ന് പറയുന്നുണ്ട്. എത്ര കറക്റ്റ് അള്ളാഹു പറയുന്നത്? വമാ യുഅ്മിനു അക്സറുഹും, അവരിൽ അധിക പേരും വിശ്വസിക്കുന്നില്ല, ബില്ലാഹി അള്ളാഹുവിനെ കൊണ്ട്. എങ്ങനെയല്ലാതെ? ഇല്ലാ വഹും മുശ്രിക്കൂൻ, അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ. അള്ളാഹു കാണുന്ന പോലെ ഏത് സ്ഥലത്തുനിന്ന് എവിടുന്നും വിളിച്ചാൽ അത് കേൾക്കാൻ കഴിവുണ്ട്, ഉത്തരം നൽകും, കാണും എന്നൊക്കെ ഏതെങ്കിലും ഒരു പടപ്പുകളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ സിഫാത്തിലാണ് നമ്മൾ പങ്കേർക്കുന്നത്. അത് അള്ളാഹ്ക്ക് മാത്രം വകവെച്ച് കൊടുക്കേണ്ട കാര്യമാണ്. അതാണ് ഇങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോ ഇവിടെ മഹത്വമേറിയ റബ്ബിനെ കുറിച്ച് അവർ കൃത്യമായി വിശ്വസിച്ചില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിനുള്ള അഖീദ ഏറ്റവും പ്രധാനം തൗഹീദ് കൃത്യമാവുക എന്നുള്ളതാണ്. തൗഹീദ് കൃത്യമല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ അമലുകളൊക്കെ പൊളിഞ്ഞു പോകും. പിന്നെ നിസ്കരിച്ചിട്ടോ നോമ്പ് നോറ്റിട്ടോ സ്വതക്കകൾ കൊടുത്തിട്ടോ സക്കാത്ത് കൊടുത്തിട്ടോ ഹജ്ജ് 10 പ്രാവശ്യം ചെയ്തിട്ടോ എത്ര ചെയ്താലും തൗഹീദ് ക്ലിയർ അല്ലെങ്കിൽ അവൻ്റെ ഒരു അമലും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതാണ് ഇസ്ലാമിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഇസ്ലാം പടുത്തുയർത്തുന്നത്. അപ്പോൾ അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയായില്ല എന്നതാണ് അവർ നരകത്തിൽ പ്രവേശിക്കാനുള്ള ഒന്നാമത്തെ കാരണം. രണ്ടാമത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ലാ യഹുദ്ദു വലാ യഹുദ്ദു എന്നുള്ളതാണ്. പ്രോത്സാഹനം പോലും കാണിച്ചത്. നമ്മളൊക്കെ അറിയുന്ന സൂറയിൽ മതനിഷേധിയെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുമ്പോൾ അല്ലെ, സൂറത്തുൽ മാഊന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ. മതനിഷേധിയെ നീ കണ്ടില്ലേ? ആരാണ് മതനിഷേധി? മതനിഷേധി അള്ളാഹുവിനെ നിഷേധിക്കുന്നവരും റസൂലിനെ നിഷേധിക്കുന്നവരും പരലോകത്തെ നിഷേധിക്കുന്നതിനെ കുറിച്ചല്ല അള്ളാഹു ഇവിടെ മതനിഷേധിയെ കുറിച്ച് പറയുന്നത്. പിന്നെ ആരാണ്? യതീമിനെയും മിസ്കീനെയും പരിഗണിക്കാത്ത, അവരുടെ ഭക്ഷണകാര്യത്തിൽ ശ്രദ്ധിക്കാത്ത, അവരെ ആട്ടിവിടുന്ന, തള്ളിവിടുന്ന, മിസ്കീന്റെ കാര്യത്തിൽ അവരുടെ ഭക്ഷണത്തിന് പ്രോത്സാഹനം കാണിക്കാത്ത അത്തരം ആളുകളെ കുറിച്ചാണ് അള്ളാഹു മതനിഷേധത്തിലൂടെ പരിചയപ്പെടുത്തുന്നത്. സൂറത്തുൽ മാഊനിലെ സെയിം ആയത്താണ് ഇവിടെ അള്ളാഹു പറയുന്നത്, വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ എന്നുള്ളത്. മിസ്കീന്റെ ഭക്ഷണകാര്യത്തിൽ ഒരു പ്രോത്സാഹനം കാണിച്ചിട്ടില്ല. നരകത്തിൽ എന്തുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ള സൂറത്തുൽ മുദ്ദസ്സിർ അതിൽ പറയുന്നുണ്ട്, മാ സലക്കക്കും ഫീ സഖർ, എന്തുകൊണ്ടാണ് നരകത്തിൽ നിങ്ങൾ പ്രവേശിക്കാൻ കാരണമെന്ന് നരകക്കാരോട് ചോദിക്കപ്പെടുമ്പോൾ അവർ പറയുമെന്നാണ്, ഖാലൂ ലം നകു മിനൽ മുസ്വല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടിരുന്നില്ല. പിന്നെ രണ്ടാമത് പറയുന്നത് വലം നകു നുത്ഇമുൽ മിസ്കീൻ എന്നാണ്, മിസ്കീന് ഭക്ഷണം ഞങ്ങൾ നൽകിയിരുന്നില്ല എന്ന്. ഇസ്ലാമിന്റെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കും. ഭക്ഷണം നൽകുക എന്നുള്ളതിന് ഇസ്ലാം നൽകുന്ന അതിന്റെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഭയങ്കരമാണ്. എന്നുവെച്ചാൽ അത്ഭുതപ്പെടുത്തും നമുക്ക്. ഏതേത് പ്രായശ്ചിത്തങ്ങൾ നിങ്ങൾ എടുത്ത് നോക്ക്, കഫാറത്ത് നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്ക്.
അതിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തെക്കുറിച്ച് കാണാം. പെരുന്നാൾ ദിവസം ഒരാൾ പട്ടിണി കിടക്കുന്നതിലെ സക്കാത്തുൽ ഫിത്തറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ഓരോരുത്തരുടെ ഭക്ഷണ വിഷയത്തിൽ ഒരു അതിഥിയെ സൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിലുള്ള മഹത്വം എത്രയാണ്? പാവപ്പെട്ട ഒരാൾക്ക് ഒരു ഭക്ഷണം കൊടുക്കാൻ അതിന്റെ മഹത്വം എത്രയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴും അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്, നിസ്കാരം കൃത്യമായി ചെയ്യാൻ വേണ്ടി പറഞ്ഞ് പാവപ്പെട്ടവർക്കുള്ള ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ഒരുപാട് ആയത്തുകളും ഹദീസുകളും ഭക്ഷണം നൽകുക. ഇവിടെ നമ്മൾ വേറെ ശ്രദ്ധിക്കണം, ഇവിടെ അള്ളാഹു ഉപയോഗിച്ച പ്രയോഗം ലാ യഹുദ്ദു വലാ യഹുദ്ദു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഒന്ന് ആലോചിക്കാൻ. പാവപ്പെട്ടവർക്ക് അവരുടെ ഭക്ഷണം കൊടുക്കാത്തവരെന്നല്ല, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കുക ചെയ്യാത്ത ആളുകൾ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ ഇപ്പൊ എല്ലാവർക്കും സാമ്പത്തികമായി കഴിവുണ്ടായിക്കൊള്ളുന്ന എല്ലാവർക്കും കൊടുക്കുക. പക്ഷെ സാമ്പത്തികമായി കഴിവില്ലാത്ത ഒരാൾക്കും ഇത്തരം കാര്യങ്ങൾ ഇടപെടാൻ പറ്റും. സാമൂഹികമായി പലരോടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പലരിൽ നിന്ന് നമുക്ക് അത് സംഘടിപ്പിക്കാൻ പറ്റും, ശേഖരിക്കാൻ പറ്റും, കളക്ട് ചെയ്ത് നമുക്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ പണിയൊക്കെ ചെയ്യും. പക്ഷെ ഇതിനൊന്നും ഒരു മൈൻഡ് ചെയ്യാത്ത എത്ര മനുഷ്യന്മാരുണ്ട്. അങ്ങനത്തെ പാവപ്പെട്ട ആളുകളുടെ ഒരു വിഷയത്തിൽ ഒരു ശ്രദ്ധയില്ലാത്ത, സ്വന്തം കാര്യത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുകയും ചിന്തിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ആൾക്കാർ ഇന്നത്തെ കാലഘട്ടത്തിൽ അത്ര ആൾക്കാർ കൂടുതലാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒന്നും ശ്രദ്ധിക്കാൻ ആർക്കും നേരെയില്ല. അവനവനിസം എന്ന് പറയുന്ന ഇസമാണ് ഏറ്റവും വലിയ ഇസം. സ്വന്തം കാര്യം ചിന്താബാധം എന്ന് പറയുന്ന എല്ലാ കാര്യവും അവനവനിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്ന, മറ്റുള്ളവരുടെ ഒരു വിഷയത്തിലും ഒന്നും കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത, ചിന്തിക്കാത്ത ആളുകളുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊക്കെ ഉള്ള പ്രവാസ ലോകത്തൊക്കെ ഉള്ള ആളുകൾ തന്നെ പല പ്രയാസങ്ങളും വിഷമങ്ങളും, പിന്നെ ജോലി നഷ്ടപ്പെട്ടവരും ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്തവരും പ്രയാസപ്പെടുന്നവരും ഒക്കെ ഒരുപാട് പല രൂപത്തിലുള്ള ആൾക്കാരുണ്ടാവും. അത്തരം ആളുകളെ ഒക്കെ നമ്മൾ അറിയാനും മനസ്സിലാക്കാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഖിദ്മത്തുകൾ ചെയ്യാനും നമുക്ക് കഴിയണം. ആയത്തുകൾ നമുക്ക് പ്രചോദനമാവണം. കേവലം വെറുതെ ആയത്തുകൾ ഇങ്ങനെ പഠിക്കലല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലയിൽ അത് സ്പർശിക്കണം ശരിക്കും. ഇപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും മഹത്വമേറിയ കാര്യമായി കൊണ്ടാണ് അള്ളാഹു സൂറത്തുൽ ബലദിൽ പറയുന്നുണ്ടല്ലോ, ഫഖു റഖബ ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്റബ. അല്ലേ? ഒരു മലമ്പാതയെ കുറിച്ച് അവർ താണ്ടിക്കടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നില്ല, കുടുംബക്കാരായ ബന്ധുജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാത്തവരെ കുറിച്ച്, മിസ്കീന്മാരെ ഭക്ഷണം, ഇത്തരം കാര്യങ്ങൾ ഓരോന്നും വന്നാൽ അവിടെയൊക്കെ പറയുന്ന ഭക്ഷണത്തിന്റെ കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പുറം ലോകത്തിൽ ചില ആൾക്കാരുണ്ട്, പുറം ലോകത്തെല്ലാം ശ്രദ്ധിക്കും, കുടുംബത്തിൽ ഒരു മൈൻഡ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. പുറം ലോകത്ത് ശ്രദ്ധിക്കുമ്പോഴാണ് കൂടുതൽ കവറേജ് കിട്ടുക. അതാണ് പുറം ലോകത്തെ ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇന്നെന്തെങ്കിലും ഒരു സാധനത്തെ കൊടുക്കണമെങ്കിലും ചെയ്യണമെങ്കിലും തന്നെ അതിന് ഒരു 10,000 ആൾക്കാർ അറിയാൻ മനുഷ്യന് തോന്നിപ്പോൾ സ്വകാര്യമായി കാര്യങ്ങൾ ചെയ്യുന്നത് ഇന്ന് വളരെ അപൂർവമാണ്. എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അത് മുഴുവനും അതിന്റെ ഫോട്ടോ, ഈ കൊടുക്കുന്ന ആളുകളെക്കാളേറെ കൂടുതൽ ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാരപ്പം ഉണ്ടാവുക. അപ്പൊ അതൊക്കെ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളിലും ഒക്കെ ഇപ്പൊ വ്യൂസും ലൈക്കും കിട്ടുക എന്നുള്ളത് മാത്രമാണ് ഇന്നത്തെ ആളുകളുടെ ശ്രദ്ധയും കാര്യങ്ങളൊക്കെ. പടച്ചോനെ ക്യാമറയിൽ ഒന്നുമില്ലാതെ ദുനിയാവിന്റെ ക്യാമറയിൽ മാത്രം അമലുകൾ ഒതുങ്ങിപ്പോകുന്ന ഒരു കാലഘട്ടവും, ശരിയായ കണ്ണുകളിലൂടെ ഒന്നും കാണാൻ കഴിയാതെ ക്യാമറ കണ്ണുകളിലൂടെ മാത്രം കാര്യങ്ങൾ കാണുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ജീവിക്കുമ്പോൾ ഈമാനിന് ശരിക്കും പരുക്ക് പറ്റുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ ആയത്തുകൾ ഇവിടെ ശരിക്കും പരലോകത്ത് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകളെ കുറിച്ച് അള്ളാഹു പറയുമ്പോൾ അതില് നമ്മൾ പെട്ടുപോകുമോ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. രണ്ട് വിഷയങ്ങളും വളരെ ഗൗരവമായിക്കൊണ്ട് അള്ളാഹു ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അളീം, മഹത്വമേറിയ മഹാനായ റബ്ബിനെ കൊണ്ട് റബ്ബിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. അപ്പൊ വിശ്വാസമില്ലെങ്കിൽ പിന്നെ രക്ഷയില്ല. രണ്ടാമത് വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ട ഒരു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവരെന്താകില്ല, പ്രോത്സാഹനം നൽകിയിരുന്നതുമില്ല എന്നതാണ് രണ്ട് കാരണങ്ങളായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുശേഷം നരകത്തിൽ ഇടത് കയ്യിൽ ഗ്രന്ഥം കിട്ടുന്ന ആളുകളുടെ വിഷയത്തിൽ അല്ലാഹു സൂചിപ്പിക്കുന്നത്. അള്ളാഹുവിനോട് സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. റഹ്മാനായ നാഥൻ അവന്റെ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ. ഖുർആനെ പഠിക്കാനുള്ള ഈ എളിയ ശ്രമം അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. പറയുന്നതെന്തോ കേൾക്കുന്നതെന്തോ എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ അതിനുള്ള ഈമാനും ഇൽമും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين ورحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك
അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സ്ലാം.